വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്റേണൽ മാർക്ക് ഏറെക്കുറെ എല്ലാ കുട്ടികൾക്കും നമുക്കറിയാം 20-ലാണെങ്കിൽ 20 മാർക്ക് ലഭിക്കും. ഇനി ഏറെപ്പോലെ 19-ലേക്കൊക്കെ ചുരുങ്ങിയത് വരും. അപ്പോൾ എഴുത്തു പരീക്ഷയിൽ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 10 മാർക്ക് കിട്ടിയാൽ തന്നെ വിദ്യാർത്ഥികൾ വിജയിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഗുണമേന്മയെ ബാധിക്കുന്നു എന്നൊരു ആശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് മന്ത്രി എഴുത്തു പരീക്ഷയിലും 30% വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളെ വിജയിക്കൂ എന്ന രീതിയിൽ. അപ്പോൾ നിലവിൽ +2-ൽ അത്തരം പരിഷ്കാരം ആ ഒരു രീതിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്ത വർഷം മാറാൻ ആലോചിക്കുന്നുണ്ട്. അതിനുവേണ്ടി ചർച്ചകൾ നടത്തി അതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. നമുക്കിത് റിസൾട്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ 10-ലെ റിസൾട്ട് 99.69% പറഞ്ഞു. അതേസമയം ഇന്ന് പ്രഖ്യാപിച്ച +2 റിസൾട്ട് 78.69%. 21% വ്യത്യാസം റിസൾട്ടിലുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു മാറ്റം എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രപ്പോസ് ചെയ്ത മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകുമോ? വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? അധ്യാപകർ എങ്ങനെയാണ് കാണേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ? തീർച്ചയായിട്ടും നല്ലൊരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തന്നെ തോന്നിയത്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയിൽ 20 മാർക്ക് സിയുടെ കണ്ടിന്യൂസ് വാല്യുവേഷൻ്റെ മാർക്കാണ്. 30% മാർക്കാണ് വേണ്ടത്. 20% ടീച്ചേഴ്സ് തന്നെ കൊടുക്കുന്ന കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേണൽ മാർക്കായിട്ട് കൊടുക്കുകയാണ്. പിന്നെ കുട്ടിക്ക് വേണ്ട ഒരു 10 മാർക്കാണ്. ആ 10 മാർക്ക് എന്ത് എഴുതിയാലും കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കാത്ത അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ മിനിമം ലേണിംഗ് ഇല്ലാത്ത കുട്ടികൾക്ക് വരെ പാസ്സാകാൻ പറ്റുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് തീർച്ചയായിട്ടും എഴുത്ത് പരീക്ഷയിൽ ഒരു 30% മാർക്ക് നിർബന്ധമാണെന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ, രക്ഷിതാക്കൾ, ടീച്ചേഴ്സ് ഒന്നുകൂടി അലേർട്ടാവും. അത് കുട്ടികളുടെ പഠന നിലവാരത്തെ പോസിറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം.